ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രാർത്ഥനയുടെ 2 വശങ്ങളെക്കുറിച്ച് കാണാം. നമുക്കറിയാം, പ്രാർത്ഥന നമുക്ക് ഏറ്റവും ബലം പ്രാർത്ഥനയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പറയുവാണെങ്കിൽ, പ്രാർത്ഥനയിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കണം. പ്രാർത്ഥനയില്ലാതെ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. സ്തോത്രം. പ്രാർത്ഥന നമ്മുടെ ജീവനായിട്ട് പ്രാണവായു പോലാണ് എല്ലാ സമയത്തും. ഞാനൊരു ചെറിയൊരു പ്രബോധനം പ്രബോധിപ്പിച്ച് ദിവസിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. പ്രാർത്ഥന നമ്മുടെ ജയമായിരിക്കണം. എല്ലാ നിമിഷങ്ങളിലും പ്രാർത്ഥന നമുക്ക് എങ്ങനെ ആയിരിക്കണം? ജയമായിരിക്കണം. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാപം ചെയ്യാനായിട്ട് തോന്നത്തില്ല. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് പാപം ചെയ്യാനായിട്ട് തോന്നുകയില്ല. പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ എന്ത് ചെയ്യും? നമ്മളൊരു ദിവസം പ്രാർത്ഥിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? നമുക്കെന്തൊരു അസ്വസ്ഥത നേരിടുന്ന പോലെ അനുഭവം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കൊണ്ടാടാറുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ നാളുകളിലൊക്കെ ഓർപ്പിച്ച പോലെ തന്നെ, പ്രാർത്ഥിക്കുന്നവൻ ദൈവസഭയിൽ പ്രശ്നക്കാരനെ അല്ല. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ദൈവസഭയിൽ എന്തല്ല? പ്രശ്നക്കാരനല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തില് പ്രാർത്ഥന എന്തായി കാണണം? പ്രാണവായു പോലെ കാണണം. ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകല് ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തില് കർത്താവിന്റെ ആത്മാവ് എനിക്ക് തന്ന വചന വെളിപ്പാടാണ്, ഒരുവന്റെ പ്രാർത്ഥന ശത്രുവിനെ മിത്രമാക്കി മാറ്റും. ഒരുവന്റെ പ്രാർത്ഥന ശത്രുവിനെ ചിതറിച്ചു കളയും. ഒരുവന്റെ പ്രാർത്ഥന എങ്ങനെയാക്കി മാറ്റുന്നു? ശത്രുവിനെ മിത്രമാക്കി മാറ്റുന്നു. ഒരുവന്റെ പ്രാർത്ഥന ശത്രുവിനെ ചിതറിച്ചു കളയും. നമുക്കെങ്ങനെയാ നോക്കി? ഇവിടെ ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ആ വാക്യം എങ്ങനെയാണ്? നീ തൂണിനെ അഭിഷേകം ചെയ്യുക, എന്നോട് നേർച്ച നേരുകയും ചെയ്ത സ്ഥലമായ ബേഥേലിന്റെ ദൈവമാകുന്നു ഞാൻ. ആകെ നീ എഴുന്നേറ്റ് ഈ ദേശം വിട്ട് നിന്റെ ജന്മദേശത്തേക്ക് മടങ്ങി പോവുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. നമുക്ക് ഈ ഭാഗം അറിയാം. ഒന്നാമതായിട്ട് പ്രാർത്ഥനയുടെ 1-ാമത്തെ വശമാണ് പ്രാർത്ഥന ശത്രുവിനെ എന്താക്കി മാറ്റുന്നു. ചില നാളുകൾക്ക് മുമ്പ് ഈ തിരുവചന ഭാഗത്തിൽ ചില സന്ദേശങ്ങൾ ഞാൻ നിങ്ങളോട് അറിയിക്കുവാൻ ഇടയായിരുന്നു. അതിനോട് ചേർന്ന് പരിശുദ്ധാത്മാവ് തന്ന ചില വ്യത്യസ്തമായ ദൂതിലേക്ക് വരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമുക്കിതിന്റെ പശ്ചാത്തലം ഞാൻ വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. കർത്താവിന് സ്തോത്രം ചെയ്തു. ആ വാക്യം ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് വായിക്കാം. നീ ഒരു തൂണിനെ എന്ത് ചെയ്യണം? അഭിഷേകം ചെയ്യണം, എന്നോട് നേർച്ച നേരുകയും ചെയ്ത സ്ഥലമായ ബേഥേലിന്റെ ദൈവമാകുന്നു ഞാൻ. ആകെ നീ എഴുന്നേറ്റ് ദേശം വിട്ട് തന്റെ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോവുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. എന്താ പ്രിയപ്പെട്ടവരെ ഈ വാക്കിന്റെ അർത്ഥം? ഇതിന്റെ പശ്ചാത്തലം എന്താ നിങ്ങൾക്ക് ഏവർക്കും അറിയാമോ? അതായത് സ്തോത്രം ചെയ്യുന്നു, ലാബാനും യാക്കോബിന്റെയും ഒരു അനുഭവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദീർഘവർഷങ്ങളായിട്ട് നിങ്ങൾ വളരെ ചിന്തിക്കണം. ദീർഘവർഷങ്ങളായിട്ട് ലാബാനെ സേവിച്ച ഒരു വ്യക്തിയായിരുന്നു ആര്? യാക്കോബ്. അമ്മായിപ്പൻ അളിയന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ദീർഘവർഷങ്ങളോളം ലാബാനെ സേവിച്ച് യാക്കോബ് മുഖാന്തരമായിട്ടാണ് ലാബാൻ എന്തായി മാറിയത്? ആ ഭവനത്തിനും അനുഗ്രഹമായി മാറിയത്, അല്ലേ? നമുക്ക് അതിന്റെ പശ്ചാത്തലം അതിന്റെ ആദ്യോടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ഒരു ദിവസം അവിടെ എഴുതിയിരിക്കുന്നത്, അപ്പന്റെ ധനം കൊണ്ടാണ് ഈ ധനം, അല്ലെങ്കിൽ അപ്പന്റെ സമ്പാദ്യം കൊണ്ടാണ് ഇതൊക്കെയും കിട്ടിയിരിക്കുന്നുള്ള ആ വാക്ക് യാക്കോബിനെ കേട്ടപ്പോൾ വളരെ ഭാരം തന്റെ ജീവിതത്തിൽ ഉളവാകുവാനിടയായിട്ടുണ്ടല്ലോ. നമുക്കറിയാം, സ്തോത്രം ചെയ്യുന്നു, യാക്കോബ് ആ ഭവനത്തിൽ വന്നത് മുഖാന്തരമായിട്ടാണ്. ഒരിക്കലും അങ്ങനെയല്ല. ദൈവത്തിന്റെ നീതിയാണ്. യാക്കോബിനെ ദൈവം ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുമെന്നുള്ള ദൈവത്തിന്റെ നീതിയിൽപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ ദീർഘനാളുകളോളം വർഷങ്ങളോളം അമ്മായിപ്പനായ അല്ലെങ്കിൽ ലാബാനെ യാക്കോബ് സേവിച്ച്, കർത്താവിന്റെ സ്തോത്രം, യാക്കോബ് മുഖാന്തരമായിട്ടാണ് ആർക്ക് അനുഗ്രഹം ഉണ്ടായത്? അങ്ങനല്ലേ? എന്നോടുണ്ടെന്നുള്ള യാക്കോബ് മുഖാന്തരമായിട്ടല്ലേ ലാബാൻ അനുഗ്രഹമായത്? നിങ്ങൾ ഓർക്കണം, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവിന്റെ സ്തോത്രം, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ഗുണമാഹാത്മ്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടൊന്നും അല്ല നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്. അന്നോ നമ്മുടെ അനുഗ്രഹം, നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്? അല്ല, ഒരിക്കലുമല്ല. ഇതിന്റെ പിന്നിൽ കരയുന്നവർ ധാരാളം പേരുണ്ടായിരുന്നു. ഒരു പ്രസംഗമൊന്നുമല്ല, ശാന്തമായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ താല്പര്യപ്പെടുക. ധാരാളം പേര് ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ടായിരുന്നില്ലേ? പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ അപ്പച്ചൻ നമ്മുടെ അമ്മച്ചിമാരും ഒക്കെയും കുഞ്ഞുങ്ങളും ഒക്കെ മനസ്സിലാക്കണം, ഇരിക്കുന്നവരൊക്കെ മനസ്സിലാക്കണം, ഇതിന്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനമുള്ളത് കൊണ്ടാണ് ദൈവം നമ്മളെ ഇവിടം വരെ കൊണ്ടുവന്നതല്ലേ? ഇതിലുണ്ട് നിങ്ങൾ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് എത്ര ദൈവത്തിന് സ്തോത്രം പറഞ്ഞാലും, എത്ര ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും നമുക്ക് എന്ത് ചെയ്യില്ല? തീരുകയില്ല. ഹലോ, സ്തോത്രം. ഇവിടെ ലാബാൻ പറയുന്നത് എന്തുവാ? ലാബാന്റെ മക്കൾ പറയുന്നത് എന്തുവാ? അല്ലെങ്കിൽ യാക്കോബിന്റെ അളിയന്മാർ പറയുന്നത് എന്തുവാ? എന്റെ അപ്പന്റെ ധനം കൊണ്ടാണ് ഇതെല്ലാം നിനക്ക് കിട്ടിയത്. അങ്ങനല്ലേ? സ്തോത്രം. ഇനി അത് മാത്രമല്ല, അമ്മായിപ്പന്റെ മുഖത്തിന് വ്യത്യാസം വന്നു. നാളുകൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, അല്ലെ, അമ്മായിപ്പന്റെ മുഖം എന്ത് ചെയ്തു? നേരത്തെ ഉള്ള ഒരു മുഖം പോലെ അല്ല അമ്മായിപ്പന്റെ മുഖം എന്ന് പറയുന്നത്.
വ്യത്യാസമുണ്ട്. നമ്മൾ പറയാറില്ല, വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കൊക്കെ തഴമ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുഖത്തിനൊക്കെ എന്തായിരിക്കും ഓർമ്മ. കുറേ വർഷങ്ങളൊക്കെ കഴിയുമ്പോഴത്തെ പണ്ടത്തെ ചിരി ഒന്നും ചിരിക്കാനായിട്ട്. ഹലോ, നിങ്ങൾ നോക്കണേ, എല്ലാവരും സഹകരിച്ച്. സ്തോത്രം. പണ്ട് നമ്മൾ ആ കൈയൊക്കെ കൊടുക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റ് എനിക്കൊരു കൈ തന്നു, ഇങ്ങനെ ആക്കി ഒറ്റ പോകും. ആ പുള്ളിക്ക് നല്ലതൊന്നും പിടിച്ചാലല്ല, നേരെയുള്ളതുകൊണ്ടായിരിക്കാം. സ്തോത്രം. കൈ കൊടുക്കുമ്പോൾ പണ്ട് നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. കൈയൊക്കെ കൊടുക്കും, വിളിച്ചൊന്ന് സ്തോത്രമൊക്കെ പറഞ്ഞു കൈയൊക്കെ കൊടുത്തു, അതൊരു സന്തോഷമായിരുന്നു പണ്ടത്തെ അനുഭവം എന്ന് പറഞ്ഞില്ലേ. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. പണ്ടത്തെ മുഖവും ഒരു പ്രത്യേകതയായിരുന്നില്ലേ. ആ ഇറങ്ങി തിരിച്ച സമയത്തുള്ള ആ സന്തോഷവും ആ മുഖത്തിൻ്റെ പ്രസന്നതയും ഇപ്പോൾ ഒരുമാതിരി വാടിക്കഴിഞ്ഞ് ചളിച്ച് ഒരുമാതിരി വല്ലാത്ത പരുവത്തിൽ നമ്മുടെ മുഖം. നമ്മുടെ കുറ്റമൊന്നുമല്ല. വർഷങ്ങൾ കഴിയുമ്പോൾ സാത്താൻ എന്ത് ചെയ്യും? നമ്മളെ വല്ലാതെ ഒരു പരുവത്തിലാക്കി മാറ്റി. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വിശ്വാസത്തിൽ വന്ന പ്രാരംഭഘട്ടങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എന്നോ സന്തോഷമാണ്. ഒരു വിശ്വാസി സഭയിൽ ആദ്യമായിട്ട് പുതിയതായിട്ടൊക്കെ വന്ന എല്ലാവരും കൂടെ കൂടി സ്നേഹം കൊണ്ടങ്ങ് വീർപ്പ് മുട്ടിക്കും. പിന്നെ അവർ പോകത്തേയില്ല. TP-മാരുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ആരെങ്കിലും TP-എം മക്കളല്ലേ പോയാൽ അവർ നിങ്ങളെ കൊണ്ടുവെക്കണം. നിങ്ങൾ ആരെങ്കിലും TP-എം ഒന്ന് പോയി നോക്കിക്കുക. ആദ്യമായിട്ടൊരു യോഗത്തിന് ചെന്നാൽ ആദ്യം അവർ മദർമാർ നിങ്ങളെ അകത്ത് കൊണ്ടുപോയിട്ട് കശുവണ്ടിപ്പരിപ്പ്. അമ്മ പറഞ്ഞല്ല കേട്ടോ, കൊട്ടാരക്കരയിൽ TP-എം പെയ്ത്തോമിൻ്റെ അടുത്ത കാര്യത്തിനോട് എനിക്ക് നന്നായിട്ട് അറിയാം. സ്തോത്രം. അത് കഴിഞ്ഞതിന് ശേഷമായിട്ട് ആഹാരമൊക്കെ തന്ന് അവരെ വശീകരിച്ച് അവർ പിന്നെ ഒരു പ്രാവശ്യം അവിടെ ചെന്നാൽ അവരെ സഭയും ചെയ്തില്ല. തിരിച്ച് വീണ്ടും ആ സഭയിലേക്ക് അത്ര ഒരു സ്നേഹം കൊണ്ട് അവരെ ചെയ്യും. നല്ല കാര്യം, അതൊക്കെ നല്ല കാര്യം. ഞാൻ പറഞ്ഞതല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്തു. പണ്ടത്തെ അനുഭവങ്ങൾ, ആ സന്തോഷം, ആ ഇറങ്ങിത്തിരിച്ച ആ അനുഭവത്തെ ഓർക്കാറുണ്ടോ നമ്മൾ പലപ്പോഴും. ഇവിടെ സംഭവിച്ചത് എന്താ? യാക്കോബ് ലാബാന്റെ വീട്ടിൽ വന്നപ്പോൾ ആദ്യത്തെ ആ സന്തോഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അത് നഷ്ടമായി. മുമ്പലത്തെ മുഖം പോലെയല്ല യാക്കോബിന്റെ. ഹലോ, മുമ്പലത്തെ മുഖം പോലെ അല്ല ഇപ്പൊ. സോറി, ലാബാന്റെ മുഖം. ലാബാന്റെ മുഖത്തിന് എന്താ? ഒരു മ്ലാനത വന്നിരിക്കും. സ്തോത്രം. അപ്പൊ എങ്ങനെയെങ്കിലും ഇവൻ എന്ത് ചെയ്യണം? ഇവിടെ പോയാൽ മതി. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തരുന്നൊരു ദൈവവചന വെളിപ്പാടാണ് പറയുന്നത്. ഇങ്ങനെ ലാബാൻ ചിന്തിച്ച് നേരത്തെ മുഖം പോലെ അല്ലെന്ന് മനസ്സിലാക്കിയപ്പോ ദൈവം ആരോട് ഇടപെടുക പറഞ്ഞിട്ട് യാക്കോബിനോട് ഇടപെടുക. എന്താ ഇടപെട്ടത്? എങ്ങനെ ഇടപെട്ടത്? സ്തോത്രം. നീ നിന്റെ പിതൃഭവനത്തിലേക്ക് എന്ത് ചെയ്യണം? ആ വാക്യം നിങ്ങൾ നോക്കിയേ. സ്തോത്രം ചെയ്യുന്നു. നീ തൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേർച്ച നേരുകയും ചെയ്ത സ്ഥലമായ ബേഥേലിന്റെ ദൈവമാകുന്നു ഞാൻ. ആകയാൽ നീ എഴുന്നേറ്റ് ദേശം വിട്ട് തന്റെ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോകുക എന്ന് എന്ത് ചെയ്തു? കൽപ്പിച്ചു. അതുകൊണ്ട് സ്തോത്രം, ഇനി ഇവിടെ എന്ത് ചെയ്യരുത്? നിൽക്കരുത്. നീ ബന്ധിക്കപ്പെട്ടു പോകും, കെട്ടപ്പെട്ടു പോകും. സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് അമ്മായിയപ്പന്റെ മുഖത്തിന് വ്യത്യാസമായി അളിയന്മാർ എന്ത് ചെയ്യാൻ തുടങ്ങി? കുറ്റം പറയാൻ തുടങ്ങി. എന്റെ അപ്പന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ നിനക്ക് കിട്ടിയിരിക്കുന്നുള്ള കുറ്റം പറച്ചിലുകൾ വരാൻ തുടങ്ങി. ഇവിടെ നിന്ന് വിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? വിട്ടുകൊള്ളാൻ പറഞ്ഞു. ദൈവം ഇടപെടുക. കർത്താവ് ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ, കർത്താവ് നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ട് കഴിഞ്ഞാൽ, ദൈവാത്മാവിന് വിധേയപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന്റെ ആ ഇംഗീതത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പുകൾ വെക്കുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടിയിട്ട് അടുത്ത വഴിയിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ പ്രയാസമുള്ള. കഴിഞ്ഞ ദിവസം ഒരു കൺവെൻഷന് തിരുവനന്തപുരത്ത് ആയിരുന്നു. ഭയങ്കര പ്രയാസം, ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ എന്നോട് സഹകരിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ യാക്കോബിന് കിട്ടിയ അനുഗ്രഹമൊക്കെ അപ്പൊ യാക്കോബ് തന്നെ പറയുന്നുണ്ട്, 10 പ്രാവശ്യം അല്ലെ, 10 പ്രാവശ്യം യാക്കോബിന്റെ പ്രതിഫലം ആര് മാറ്റി? ലാബാൻ മാറ്റി. പല സന്ദർഭങ്ങളിൽ യാക്കോബിനോട് ദോഷം ലാബാൻ ഒരുപാട് അത് പ്രവർത്തിച്ചു. പക്ഷെ ഇതിലൊന്നും യാക്കോബ് മറുപടി പറയാനും പ്രതികരിക്കാനും ഒന്നും എന്ത് ചെയ്തില്ല. കർത്താവ് തന്നോട് ഇടപെട്ടു. നീ സ്ഥലം വിട്ട് വീട് വിട്ട് എന്ത് ചെയ്യണം? അമ്മായിയപ്പന് വ്യത്യാസമായിരിക്കുന്നു, മുഖത്തിന് മാറ്റമായിരിക്കുന്നു, അളിയന്മാർക്ക് മാറ്റമായിരിക്കുന്നു. ഇനി നീ ഇവിടെ എന്ത് ചെയ്യരുത്? നിൽക്കരുത്. എന്റെ സബ്ജക്റ്റ് പ്രാർത്ഥന എന്താക്കി മാറ്റുന്നു? മിത്രമാക്കി മാറ്റുന്നു. ശത്രുവിനെ എന്താക്കി മാറ്റുന്നു? മിത്രമാക്കി മാറ്റുന്നു എന്നാ. അങ്ങനെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവശബ്ദം കേട്ട് യാക്കോബ് എന്ത് ചെയ്യുന്നു? മനസ്സിലാവുന്നുണ്ടോ? എവിടേക്ക് പോകുക? അപ്പം
അമ്മായിയപ്പൻ്റെ വീട്ടിൽ പ്രശ്നമായി. അതൊന്നും ഞാൻ വിശദീകരിക്കാനായിട്ട് പോകുന്നില്ല. അവിടെ ആകെ പ്രശ്നമായി. ഇനി താൻ പോകുന്ന സ്ഥലത്ത് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ? ചെല്ലാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ? ഏശാവിന് ഉള്ള ഭയം തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക. ദീർഘവർഷങ്ങൾക്ക് മുമ്പുണ്ടായ അനുഭവങ്ങളൊക്കെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലേ? വിളിക്കുന്നവർക്ക് എല്ലാം പ്രിയപ്പെട്ടവർക്ക് അറിയാം. ഏശാവിനെ കളിപ്പിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ജ്യേഷ്ഠാവകാശം അവൻ തട്ടിയെടുത്ത വ്യക്തിയാണ് ആര്? ദൈവത്തിന്റെ ഹിതമാണ്. പക്ഷെ ഉൾഭയം, തൻ്റെ സ്വന്തം നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ തൻ്റെ സഹോദരനെ കുറിച്ചുള്ളൊരു ഭയം തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അലട്ടിക്കൊണ്ടിരിക്കുക. മരണഭയം തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ദൈവത്തിന് സ്തോത്രം ചെയ്തു. നിങ്ങൾ നോക്കിക്കേ, അവൻ യാക്കോബ് ദൈവത്തിന്റെ ശബ്ദം കേട്ട്, യാക്കോബ് തന്റെ ഭാര്യമാർ, തന്റെ കുഞ്ഞുങ്ങള്, തനിക്കുണ്ടായ സകല മൃഗസമ്പത്തുമായിട്ട് ഇങ്ങനെ പുറപ്പെടുന്ന സമയത്ത് ലാബാൻ എത്രാമത്തെ ദിവസം അനുഭവിക്കുകയാണ് പറയാമോ? 3-ാമത്തെ ദിവസം ലാബാൻ എന്ത് ചെയ്തു? അതുവരെ തമ്പുരാൻ ഇവരെ എൻ്റെ കണ്ണ് നിരോധിച്ചെന്നുള്ളതാണ്. ദൈവമക്കളെ ഒന്നും ചെയ്യാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിനെ തൊടാനായിട്ട്, ശത്രുവിന്റെ കണ്ണിനെ കെട്ടാനായിട്ട് എൻ്റെ കർത്താവിന് കഴിയും. സ്വത്രം പറഞ്ഞ് ഞാൻ ഒരു ഉദാഹരണം പറയാം. അതായത് പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുന്നല്ലേ? നിങ്ങൾ ഇത് ചോദിക്കേ, 12-ാം അധ്യായത്തിലുള്ള കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ 1-ാമത്തെ വാതിലും 2-ാമത്തെ വാതിലും 3-ാമത്തെ എല്ലാം സ്വതവേ തുറന്നു പോയി. തുറക്കാനൊന്നും പോയില്ല. സ്വതവേ എന്ത് ചെയ്തു? അവിടെ എല്ലാം ആ വാതിലിന്റെ ആ സ്ഥലത്തെല്ലാം ആരുണ്ടായിരുന്നു? പടയാളികളുണ്ടായിരുന്നില്ലേ? പക്ഷെ അവരുടെ കണ്ണിനെല്ലാം ആര് നിരോധിച്ചു? പത്രോസ് പുറത്തു പോകുന്നത് കാണാൻ പറ്റാത്ത വിധത്തിൽ കണ്ണിനെ അവർ കർത്താവ് എന്ത് ചെയ്തു? അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. പ്രാർത്ഥിക്കുന്നവന് ദൈവത്തിന്റെ പ്രവൃത്തി വ്യത്യസ്തമായിട്ടുള്ള നിലകളിലാണ് സംഭവിക്കുന്നത്. ശത്രുവിന്റെ കണ്ണ് കെട്ടിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. ഞാൻ പരിശുദ്ധാത്മാവ് എനിക്കൊരു വെളിപ്പാട് തരുന്ന ഈ ദിവസങ്ങളില് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നടുവില് ശത്രുവിന് ഒരു വിധത്തിലും പ്രവർത്തിക്കാത്ത വിധത്തില് അവന്റെ കണ്ണിനെ കെട്ടാനായിട്ട് കർത്താവിന് കഴിയും. പ്രാർത്ഥിച്ചാൽ മതി, പ്രാർത്ഥിച്ചോണ്ടിരുന്നാൽ മതി. നമ്മൾ ദൈവസേന യഥാർത്ഥമായ ഒരു ഭക്തിയോടെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ ദൈവം. ഒരു സ്വത്രം പറയാൻ എത്ര പേർക്ക് ചേർന്നൊരു സ്വത്രം പറഞ്ഞാട്ട് ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു. അതാണ് പ്രാർത്ഥനയുടെ ബലം, ശക്തി എന്ന് പറയുന്നത്. 1-ാമത്തെ വാതിൽ തുറന്നപ്പോഴും 2-ാമത്തെ വാതിൽ തുറന്നപ്പോഴും പട്ടണത്തിന്റെ വാതിൽ കൊണ്ടുവിട്ടാൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ സംരക്ഷണം ഉണ്ടായിരുന്നു. അവിടെ എല്ലാം ആരുണ്ടായിരുന്നു? പട്ടാളക്കാരുണ്ടായിരുന്നു. പക്ഷെ അവിടെ കണ്ണിനെ ആര് നിരോധിച്ചു? പറഞ്ഞിട്ട് ദൈവം അതേ നിരോധിച്ചു. ദൈവം അടച്ചു കളഞ്ഞു. അതാണ് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അങ്ങനല്ലേ? ഒരു സ്വന്തം വ്യത്യസ്തമായ നിലയിലാണ് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇതുപോലെ 3 ദിവസം ലാബാൻ അറിഞ്ഞില്ല യാക്കോബ് രക്ഷപ്പെട്ട കാര്യം. 3-ാമത്തെ ദിവസം അറിവ് കിട്ടി. ആടെ പിന്നാലെ അനുഗമിച്ചു. എന്നോട് വന്നേ, യാക്കോബിന്റെ പിന്നാലെ അവൻ അനുഗമിച്ചു. കണ്ടുമുട്ടിയോ? ഇല്ലയോ? സ്വന്തം അവരൊരുമിച്ച് കണ്ടുമുട്ടിയല്ലേ? സംഭവിച്ചത് എന്താ പറയാമോ നിങ്ങൾക്ക്? പിന്നാലെ ലാബാൻ അനുഗമിച്ചപ്പോൾ അവിടെ സംഭവിച്ചെന്താ? ലാബാന്റെ മധ്യത്തിലും ഇടയിലും, അല്ല യാക്കോബിന്റെ ലാബാന്റെ ഇടയിൽ കർത്താവ് ഇറങ്ങി വന്നു, നടുക്കിറങ്ങി വന്നു. അവിടെ എഴുതിയിട്ടുണ്ട്, മധ്യത്തിൽ ഇറങ്ങി വന്നിട്ട് ലാബാനോട് പറഞ്ഞൊരു കാര്യം, ഞാൻ എന്റെ ദാസനാണ്, ഞാൻ വിളിച്ച് വേർതിരിച്ചവനാണ്. സ്തോത്രം. എന്റെ അനുഗ്രഹം അവന്റെ മണ്ടയിലുണ്ട്, മുഖത്തലയിലുണ്ട്. നീ ഒരു ഗുണമെങ്കിലോ ദോഷമെങ്കിലോ അവനോട് എന്ത് ചെയ്യരുത്. നീ ഒരു ഗുണമെങ്കിലോ ദോഷമെങ്കിലോ അവൻ വന്ന വഴി എന്ത് ചെയ്യണം? അവൻ തിരിച്ചു പോയിക്കണം. സ്തോത്രം. അവന് ദോഷം ചെയ്യാൻ, അപ്പൊ ദോഷം ചെയ്യാനായിട്ടല്ലേ യാക്കോബ് വന്നത്? എന്നോടുള്ള നിങ്ങള് ദോഷം ചെയ്യാനായിട്ടല്ലേ വന്നത്? നീണ്ട വർഷങ്ങളോളം അമ്മായിയപ്പനെ സേവിച്ച് കർത്താവിന് സ്തോത്രം യാക്കോബ് മുഖാന്തരമാ ഈ, അതായത് ലാബാന് കിട്ടിയ സകല അനുഗ്രഹം ആര് മുഖാന്തരമാ? പറഞ്ഞാട്ട് പറഞ്ഞേ, സ്തോത്രം ചെയ്യുന്നു. ലാബാന് കിട്ടിയ സകല അനുഗ്രഹം ആര് മുഖാന്തരം കിട്ടിയതാ? യാക്കോബ് മുഖാന്തരം കിട്ടിയതാ. പക്ഷേ അതെല്ലാം മറന്നിട്ടാണ് അവൻ സ്വന്തം മരുമകന് ദോഷം ചെയ്യാനായിട്ട് ആരറിഞ്ഞത്? പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നൊരു വെളിപ്പാട്. സ്തോത്രം ചെയ്യുന്നു. നിന്റെ സ്വന്തം സഹോദരന്മാര് രക്തബന്ധങ്ങള് അവൻ നിനക്ക് ദോഷം ചെയ്യുവാനായിട്ട്, ഒരുപക്ഷെ അവനും പ്രാർത്ഥിക്കുന്നവനായിരിക്കാം, ദൈവത്തെ വിളിക്കുന്നവനായിരിക്കാം, അവനും ജീവനുള്ള ദൈവത്തോടൊക്കെ പ്രാർത്ഥിക്കുന്നവനായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം പറയട്ടെ, സ്തോത്രം ചെയ്യുന്നു, അവൻ നിന്റെ സ്വന്തമാണെങ്കിലും ബന്ധമാണെങ്കിലും നിനക്കെതിരെ ദോഷം ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്റെ ദൈവം അവൻ ഇടപെടും.
ദൈവം അവിടെ ഇടപെടും. ഒരു സ്വന്തം പറയാമോ? ദൈവം അവിടെ ഇടപെടും, ഇറങ്ങി വരും. നിന്റെ അപ്പനോ നിന്റെ അമ്മയോ നിന്റെ സഹോദരന്മാരോ നിന്റെ ബന്ധങ്ങളോ ഒക്കെ നിനക്കെതിരെ ദോഷം ചെയ്താൽ ആരിറങ്ങി വരും പറഞ്ഞാട്ട്? അതിന്റെ മധ്യത്തിൽ ആരിറങ്ങി വരും ഉറങ്ങി പറഞ്ഞാട്ട്? ദൈവം ഇടപെടും, മനുഷ്യൻ ഇടപെടേണ്ട, നമ്മൾ ഇടപെടാൻ പോകേണ്ട. നമ്മൾ വിങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷയം, കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം, ദൈവസനെ നെടുവീർപ്പെടുന്ന വിഷയത്തിന് സംഗീതക്കാരൻ പറയുന്നത് പോലെ എന്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മൾ വിങ്ങുന്ന വിഷയം, നിലവിളിക്കുന്ന വിഷയം, കരയുന്ന വിഷയത്തിന് ആരിടപെടും പറയാമോ? കർത്താവ് ഇറങ്ങി വരും. ഒരു സ്വപ്നം പറയാൻ എത്ര പേർ കഴിയും? ദൈവത്തെ മഹത്വപ്പെടുത്താൻ എത്ര പേർ കഴിയും? പ്രതികാരം നമുക്ക് എന്ത് ചെയ്യണ്ട? എന്നോട് വന്നേ, പ്രതികാരം നമുക്ക് എന്ത് ചെയ്യണ്ട, ചെയ്യണ്ട. ഒരു സ്വത്രം പറ. താരക്കരയിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരുന്നപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? ജോസ് എന്ന് പറയുന്ന ഒരു സ്തോത്രം വെറ്റിനറി ഡോക്ടർ ഉണ്ടായിരുന്നു. പല പ്രാവശ്യം ഞങ്ങൾ ആ ദേശത്ത് പ്രവർത്തിച്ച് ധാരാളം ആത്മാക്കളൊക്കെ കടന്നു വന്നു. ഒത്തിരി കുടുംബങ്ങൾ ആ സഭയിൽ കടന്നു വന്നു. ഈ ജോസ് മാർത്തോമക്കാരനായിരുന്നു. ധാരാളം കുടുംബങ്ങൾ കടന്നു വന്ന സമയത്ത് ജോസ് പല സന്ദർഭത്തിൽ ഞങ്ങളെ വഴിയിൽ തടഞ്ഞു നിർത്തി ഞങ്ങളെ അപായപ്പെടുത്താൻ, വണ്ടി കൊണ്ടിടിക്കാനൊക്കെ, സ്കൂട്ടർ കൊണ്ട് ബൈക്ക് കൊണ്ടിടിക്കാനൊക്കെ പല സന്ദർഭത്തിൽ ഞങ്ങളുടെ മുമ്പിൽ ചാടി വീണു. അസഭ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. പക്ഷെ തിരിച്ചു പ്രതികരിക്കാനൊന്നും പോയില്ല. ഒരു ദിവസം എനിക്കറിയത്തില്ല, ഞാനൊരു കാര്യം പറഞ്ഞു. സ്തോത്രം. കാല് വെട്ടി ഓടിക്കുമെന്ന്, വെട്ടുമെന്നും തല്ലി ഓടിക്കുമെന്നും പറഞ്ഞപ്പോൾ ജോസിനോട് ഞാനൊരു കാര്യം പറഞ്ഞു. കർത്താവ് നിന്നെ സ്തോത്രം ചെയ്തു, നിന്റെ കാല് തല്ലി ഓടിക്കാതെ സൂക്ഷിക്കണം, നീ കർത്താവിനോട് കളിക്കുന്ന ഒരു വാക്ക് ഞാൻ എൻ്റെ വായിൽ നിന്ന് വേണം. പക്ഷെ നാളുകൾ കഴിഞ്ഞ് ജോസ് എന്ത് ചെയ്യുന്നറിയാമോ? ശാരീരികമായി എന്തോ ഒരു അസ്വസ്ഥത നേരിട്ട് ഹോസ്പിറ്റലായപ്പോൾ ഡോക്ടേഴ്സ് കണ്ടുപിടിച്ചിരിക്കുന്ന മാറാവ്യാധിയിൽ ജോസ് ആയിരിക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാനിത് പറഞ്ഞത് പ്രതികാരം നമുക്ക് ചെയ്യണ്ട, നമുക്ക് ആരോടും പ്രതികാരം ചെയ്യണ്ട. ദൈവസ്ഥന്റെ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. ഒരു ഭക്തന്റെ ഉള്ളു നീറുന്നത്, വേദനപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവഭക്തന്മാരെ വേദനിപ്പിക്കാൻ പോകരുത്. അല്ലെ? പ്രാർത്ഥിക്കുന്നവരെ എന്ത് ചെയ്യരുത്? ഒരു കാരണവശാലും ഒരു വാക്കിൽ പോലും എന്ത് ചെയ്യരുത്. നിങ്ങൾ എന്നോടുണ്ടോ? വേദനിപ്പിക്കരുത്. വേദനിപ്പിച്ചാൽ അത് ബൈബിളിനകത്ത് ഒരു വാക്യമുണ്ട്, എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയാണ് തൊടുന്നത്. അല്ലേ? അങ്ങനല്ലേ? സ്തോത്രം ചെയ്യുന്നു. ഒരു ദൈവമകനെ, ഒരു ദൈവഭക്തനെ എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ആ ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെ ആയിരിക്കും. ഒരു സ്തോത്രം പറഞ്ഞാൽ നിങ്ങൾ എന്നോട് സഹകരിക്കുന്നുണ്ടോ? കുറച്ച് ശാന്തമായി കുറച്ച് പ്രബോധിപ്പിച്ച് ദിവസം ഇരിക്കാൻ പോയി. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇവിടെ ലാബാന്റെ ഇടയിലും യാക്കോബിന്റെ മധ്യത്തിലും, ലാബാന്റെയും യാക്കോബിന്റെ മധ്യത്തിൽ ആരിറങ്ങി വന്നു? ദൈവം ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് അവൻ ലാബാനോട് പറയാണ്, ഗുണമെങ്കിലും ദോഷമെങ്കിലും എന്ത് ചെയ്യരുത് പറഞ്ഞിട്ട്, എന്റെ അനുഗ്രഹം അവന്റെ മേൽ കിടപ്പുണ്ട്, ഞാനാണ് അവനെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. സ്വന്തം പറഞ്ഞാട്ട്, അതുകൊണ്ട് നീ എവിടെ നിന്ന് വന്നു അവിടേക്ക് എന്ത് ചെയ്യണം? തിരിച്ചു പോകണം. പൊറ്റോളം പറഞ്ഞു. കർത്താവിന്റെ സ്തോത്രം. പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പാട് അതിൽ കൂടി തരുന്നത് ആലോചനയായി പറയട്ടെ. ദൈവാത്മാവ് തരുന്ന വെളിപ്പാടാണ് ഞാൻ പറയുന്നത്. സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതല്, ഒരു ലാഭാന്യ ശക്തികള് അവൻ നിന്നോട് അടുത്ത് വരുവാൻ എന്റെ ദൈവം അനുവദിക്കുന്നു. അങ്ങനെ അവിടെ നിന്നൊരു വിടുതല കിട്ടിയിട്ട് സ്വന്തം നാട്ടിലേക്ക് ഭവനത്തിലേക്ക് വരാൻ പോവുകയാണ്. ആ സമയത്ത് തനിക്ക് ഭയം എന്താ? പ്രാർത്ഥനയെ കുറിച്ച് പറയും. തനിക്ക് ഭയം എന്താ? തൻ്റെ സ്വന്തം നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കൽ തൻ്റെ സഹോദരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 27:41 വാക്യം വായിച്ചു. 20 വർഷത്തിന് ശേഷം യാക്കോബ് കനാനിലേക്ക് മടങ്ങി വരുന്നു. അവൻ വീട്ടിനോട് അടുത്തപ്പോൾ നെഞ്ചിരിപ്പ് കൂടുന്ന അനുഭവത്തെ കുറിച്ചാണ്. തന്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹ നിമിത്തം ഏശാവ് അവനെ എന്ത് ചെയ്തു? നോക്കിക്കേ, ഇതിപ്പോ നടന്ന കാര്യമല്ല. ശ്രദ്ധിക്കേ, 20 വർഷത്തിന് മുമ്പ് നടന്ന സംഭവമാണ്. 20 വർഷത്തിന് ശേഷമാണ് യാക്കോബ് എവിടേക്ക് വരുന്നത്. അപ്പൊ അതിനു മുമ്പ് നടന്നൊരു സംഭവമാണ്. എന്താ സംഭവിച്ചത്? തന്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹ നിമിത്തം ഏശാവ് അവൻ എന്ത് ചെയ്തു? അപ്പൊ ആ വിദ്വേഷം പക ആളകത്തിരിക്കുക. എന്നോടുണ്ടോ? ഇത് വെച്ചോണ്ട് നടക്കുക. നമ്മളും അങ്ങനെയൊക്കെ തന്നെ. 20 വർഷമായിട്ടും എന്തോ ചെയ്തുകൊണ്ടിരിക്കുക? പലതും നമ്മുടെ മനസ്സിൽ നിന്നും മായാതെ കിടക്കുക.
ശവത്തോട് പോലും പ്രതികാരം ചെയ്തവരുണ്ട്. സ്തോത്രം, സ്തോത്രം. ജീവനോടിരുന്നപ്പോൾ എന്തൊക്കെയോ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് മരിച്ചു കഴിഞ്ഞാൽ പോലും പോകാത്ത ശവത്തോട് പോലും പ്രതികാരമുള്ളവരുണ്ട്. നമ്മളും പലപ്പോഴും നമ്മുടെ ആത്മീയബോധം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ വർഷങ്ങളായിട്ട് ഉണ്ടാകുന്ന ഈ വിദ്വേഷത്തിന് സഹകരിച്ച് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഈ വിദ്വേഷം വെച്ചോണ്ട് ആയിരിക്കുന്നത് അപ്പൊ 20 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള അനുഭവം അല്ല, അങ്ങനല്ലേ? ആ വാക്കി നോക്കി, തന്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹ നിമിത്തം ഏശാവ് അവനെ എന്ത് ചെയ്തു? ജ്യേഷ്ഠിച്ചെടുത്തത്. അപ്പനെ കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു. അടുത്ത വാക്കി ഇവിടെ, അപ്പോൾ ഞാൻ എന്റെ സഹോദരനായ യാക്കോബിനെ എന്ത് ചെയ്യും? കൊല്ലുമെന്ന് ഏശാവ് ഹൃദയത്തിൽ എന്ത് ചെയ്തു? പറഞ്ഞാട്ട് നിശ്ചയിച്ചു. പറഞ്ഞു. ആരെ കൊല്ലുമെന്നാ പറഞ്ഞത്? യാക്കോബിനെ കൊല്ലുമെന്ന്. ആ വിദ്വേഷത്തില്, ആ പക, ആ കുടിപ്പക തന്നെ അകത്തിരിക്കുക. പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പാട് തരുന്നത്, എന്തെങ്കിലും കുടിപ്പക നമ്മുടെ അകത്തുണ്ടെങ്കിൽ, അവൻ മറക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വെളിപ്പാടായിട്ട് തരട്ടെ. അവൻ അതിനൊരു വ്യത്യാസം വന്നില്ലെങ്കിൽ അനുഗ്രഹത്തിന് നിനക്ക് തടസ്സമായി തീരും. സ്വത്രം പറയാൻ പറ്റുമോ? എത്ര പേർക്ക് സ്വത്രം പറയാൻ പറ്റുമോ? എന്നോട് സഹകരിക്കുന്നുണ്ടോ നിങ്ങൾ? അതുകൊണ്ടാണ് ജഡത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് പറയുന്നത്. എന്താ? ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാരാധന, പിന്നെ പക, വിദ്വേഷം, പിണക്കം, ഇതൊക്കെ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ 20 വർഷങ്ങൾക്ക് മുമ്പുള്ള പക, എനിക്കറിയത്തില്ല, കർത്താവിന്റെ ആത്മാവ് തരുന്ന വചനത്തിന് വെളിപ്പാട് പറയട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അകത്ത് കയറിയതായ യേശാവിന്റെ അകത്ത് കയറിയ കുടിപ്പക ഉണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതാണ് യാക്കോബിനെ പലപ്പോഴും എന്തുകൊണ്ടിരിക്കുന്നത്? അലട്ടിക്കൊണ്ടിരിക്കുന്നത്. യേശാവിനെ 20 വർഷത്തിന് ശേഷം കാണാൻ പോവുകയാണ്. കണ്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാമെന്നുള്ള ആ ഭയത്തോടു കൂടിയാണ് യാക്കോബ് എന്ത് ചെയ്യുന്നത്? പറഞ്ഞാട്ട് സ്വന്തം ദേശത്തേക്ക് വരുന്നത്. പക്ഷെ സ്വന്തം ദേശത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് യാക്കോബ് ഒരു മുടിരാത്രി പ്രാർത്ഥന യബ്ബോക്ക് കടവിൽ വെച്ച് ചെയ്തു. എന്നോടുണ്ടോ നിങ്ങൾ? സ്വതന്ത്രം പറ. പ്രാർത്ഥന ശത്രുവിനെ എന്താക്കി മാറ്റും? പറ, ഒരുമിച്ച് പറ, ഒരുമിച്ച് പറ. എന്റെ തൊണ്ട കേൾപ്പോ എന്നോട് സഹകരിച്ച് പ്രാർത്ഥന ശത്രുവിനെ എന്താക്കി മാറ്റുന്നു? പ്രാർത്ഥനയ്ക്ക് ചേഞ്ച് വരുത്താൻ പറ്റും. സ്വതന്ത്രം പറ. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന്, അതായത് സ്വഭാവത്തിന് മാറ്റം വരാൻ പറ്റും. ഞാനത് വിശ്വസിക്കുന്ന ഒരു ദൈവദാസനാണ്. സ്വതന്ത്രം. പ്രാർത്ഥന എന്താക്കി മാറ്റാൻ പറ്റും? യാക്കോബിന്റെ ഉള്ളിനകത്ത് പകയില്ല, പക്ഷെ യാക്കോബിന് പകയ്ക്കുന്ന, ദേഷിക്കുന്ന യേശാവിന്റെ മനസ്സിനെ മാറ്റണമെന്ന് ദൈവസന്നിധിയിൽ ഒരു രാത്രി ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി യാക്കോബ്. എന്താ പ്രാർത്ഥിച്ചേ? നീ എന്നെ എന്ത് ചെയ്യണം? പറ. എന്താ അനുഗ്രഹം കേട്ടാനായി? ഇഷ്ടം പോലെ അനുഗ്രഹമില്ലേ? മൃഗസമ്പത്ത് ഇഷ്ടം പോലില്ലേ? സ്വത്തുക്കളുമായിട്ടല്ലേ വന്നേക്കുന്നേ? മക്കളൊക്കെ ഇഷ്ടം പോലില്ലേ? ഇനി എന്നാ അനുഗ്രഹമായി യാക്കോബിന് വേണ്ടേ? ഹലോ, സ്വത്രം, 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 സ്വത്രം. നീ എന്നെ അനുഗ്രഹിച്ചല്ലോ, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് എന്ത് ചെയ്തു? ഒരു രാത്രി മൊത്തം ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവമേ, ഞാൻ എന്റെ സ്വന്തം സ്ഥലത്ത് പോകുന്നു. അവൻ കുടിപ്പക മാറ്റണം. യേശാവിന്റെ ഹൃദയത്തിലെ വിദ്വേഷം മാറണം, പക മാറണം, ഇണക്കം മാറണം. സ്വന്തം ദൈവ പ്രവർത്തി വെളിപ്പെട്ട് വരണം. എന്റെ പ്രാർത്ഥനയിലേക്ക് ഇറങ്ങി വരണം. എനിക്ക് ജീവിക്കണം. സ്വന്തം സ്ഥലത്ത് എനിക്ക് എന്ത് ചെയ്യണം? ജീവിക്കണം. സ്വത്ത് ഇഷ്ടം പോലുണ്ട്, പണം ഇഷ്ടം പോലുണ്ട്. പണത്തിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റുകയില്ല. ഇന്ന് രാത്രി നിന്റെ പണം നിന്റെ കയ്യിലിരിക്കത്തേ ഉള്ളൂ, സ്വത്തുക്കൾ നിന്റെ കരത്തിലിരിക്കത്തേ ഉള്ളൂ. നിന്റെ സ്വഭാവത്തിനൊരു മാറ്റം വന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ദൂതായി ശക്തിയോടെ പറയട്ടെ, നിന്റെ പ്രാർത്ഥന ഇന്ന് പകൽക്കാലം ശത്രുവിനെ എന്താക്കി മാറ്റണം? പറഞ്ഞാട്ട് മിത്രമാക്കി മാറ്റണം. ഒരു മുടിരാത്രി പ്രാർത്ഥനയില് സ്വർഗം ഇറങ്ങി വന്നാൽ യാക്കോബിനെ എന്ത് ചെയ്ത്? പറഞ്ഞാട്ട് യാക്കോബിനെ അനുഗ്രഹിച്ചു. സ്വത്രം. നിങ്ങൾ ശ്രദ്ധിച്ച്, യാക്കോബ് തന്നെ ദൂതന്മാരെ മുന്നമേ അയച്ചു. അങ്ങനല്ലേ? സ്തോത്രം. ദൂതന്മാരെ എന്ത് ചെയ്തു? എന്തിനാ അയച്ചത്? സ്തോത്രം.
യാക്കോബ് ദൂതന്മാരെ എന്തിനയച്ചത്? നീ ചെന്ന് നോക്കിയിട്ട് പോ. സമ്മാനങ്ങളുമായി കൊടുത്തു ഏശാവിന്റെ മനസ്സ് മാറാൻ. പക്ഷെ അവര് ചെന്നപ്പോഴത്തേക്ക് നീ കാണിച്ചെന്തുവാ? 400 പേരുമായിട്ട് ഏശാവ് എന്ത് ചെയ്യുക? അവൻ മടങ്ങി വരിക. ആരെ എതിരേൽക്കാൻ? പറഞ്ഞാട്ട് യാക്കോബിനെ എതിരേൽക്കാൻ. ഇത് ചെന്ന ദൂതൻ ആരോട് പറഞ്ഞു? യാക്കോബിനോട് പറഞ്ഞപ്പോൾ യാക്കോബിന്റെ നെഞ്ചിൽ കൊണ്ടും കൂടെ കൂടി. പക്ഷെ ഏശാവിന്റെ മനസ്സ് ആ സമയത്ത് മാറി. സ്വത്രം പറഞ്ഞാട്ട് ഒറ്റ രാത്രിയുടെ പ്രാർത്ഥന കൊണ്ട് അവൻ ശത്രുവിന്റെ മനസ്സിനെ മാറ്റുവാൻ കഴിയുമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് മകൾ ശക്തമായി പറയട്ടെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് അവൻ ചില വ്യത്യാസം വരുത്തുമോ? അതാണ് പ്രാർത്ഥനയുടെ ശക്തി. സ്വന്തം പറഞ്ഞാട്ട് ഒറ്റ ദിവസം, ഒറ്റ നിമിഷം കൊണ്ട്, ഒരു രാത്രി കൊണ്ട് അവൻ ചേഞ്ച് ആക്കിയത്. 400 പേരുമായിട്ട് അവൻ യാക്കോബിനെ എതിരേൽക്കുവാൻ തന്റെ സ്വന്തം സഹോദരന്റെ പകയെല്ലാം മാറി, വിദ്വേഷമെല്ലാം മാറി, പിണക്കമെല്ലാം മാറിയിട്ട് സ്വന്തം ചെയ്തോ യാക്കോബിനെ എതിരേൽക്കുവാൻ വന്നെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയല്ലേ ചേഞ്ച് ആക്കി മാറ്റിയത്, പ്രാർത്ഥനയല്ലേ വ്യത്യാസമാക്കി മാറ്റിയത്. അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശത്രുവിനെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. പ്രാർത്ഥനയ്ക്ക് ശത്രുവിനെ പരിഭ്രാന്തിപ്പെടുത്താൻ പറ്റും, ഭയപ്പെടുത്താൻ പറ്റും. അത് വിശ്വസിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവരെ പേടിയാ. ഞാൻ അമ്മ പറഞ്ഞല്ല, അടുക്കത്തില്ല. ഹലോ, പ്രാർത്ഥിക്കുന്നവരെ ശത്രുക്കൾക്ക് ഭയവാ, പേടിയാ. സ്തോത്രം. അതിന് പിന്നിൽ പ്രാർത്ഥനയുടെ ശക്തി. 70-ാം സങ്കീർത്തനം നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ പറയുമ്പോൾ ഈ സങ്കീർത്തനം ഭക്തൻ രചിക്കുവാൻ ഒരു കാരണമുണ്ട്. എന്താ കാരണം എന്നറിയാമോ? ഏകദേശം 3000 പട്ടാളക്കാരുമായിട്ട് ശൗല് ദാവീദിനെ പിടിക്കുവാനായിട്ട് ദാവീദ് ആയിരുന്ന സ്ഥലം വളർന്നു അല്ലേ? സ്തോത്രം. നിങ്ങൾ നോക്കിക്കേ, എത്ര പട്ടാളമാണ്? 3000 പട്ടാളക്കാരാ. എടാ, ഒരു ദാവീദിനെ പിടിക്കാൻ ഇത്രയും പട്ടാളക്കാർ ആവശ്യമാണോ? നിങ്ങൾ എത്തിച്ചു നോക്കിക്കേ. ഇപ്പൊ വടക്കേന്ത്യയിലും പല സ്ഥലങ്ങളിലൊക്കെ BJP-ക്കാരും RSS ബഹിർദങ്ങളും ഒക്കെ ആക്രമിക്കുന്നത് കൂട്ടമായിട്ട് വന്നല്ലേ ആക്രമിക്കുന്നേ? ഡയറക്റ്റ് ഒരുത്തിനെ നേരിട്ടൊന്നും ആക്രമിക്കാനായിട്ട് നേരിട്ട് വ്യക്തിപരമായിട്ടൊന്നും എന്ത് ചെയ്യില്ല, പോവുകയില്ല. സ്വന്തം കൂട്ടമായിട്ടല്ല എന്ന് പറഞ്ഞതുപോലെ ദാവീദിനെ പിടിക്കാനായിട്ട് എത്ര പേരാ വരുന്നത് ഇപ്പം? അതോ 3000 പട്ടാളക്കാർ എന്ത് ചെയ്യുക? ശൗലിന്റെ നേതൃത്വത്തിൽ ദാവീദ് ഒളിഞ്ഞിരിക്കുന്ന ഭാഗത്ത് ചുറ്റി. കർത്താവിന് സ്തോത്രം ചെയ്ത് ഈ സാഹചര്യത്തില് ഉള്ളം നൊന്ത് ഭക്തൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വാക്കുകളാണ് 70-ാമത്തെ സങ്കീർത്തനം. തന്റെ ഭക്തൻ ഉള്ളം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അത് അനുഭവമാണ് 70-ാമത്തെ സങ്കീർത്തനം ഇല്ലേ? കർത്താവിന് സ്തോത്രം. ഈ സാഹചര്യത്തിൽ നോക്കിയിട്ട് ഭക്തൻ പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥിക്കുന്നത്? ശൗലിന്റെ പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കർത്താവേ എന്നെ രക്ഷിക്കണം. 70-ാം സങ്കീർത്തനം എന്താ വായിച്ചേ? ഒന്നുകൂടി നിർത്തി വായിച്ചാൽ, ദൈവമേ എന്നെ വിടുവിക്കുവാൻ, യഹോവേ എന്നെ സഹായിക്കുവാൻ വേഗം വരണം. അടുത്ത വാക്യം, എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ചു ഭ്രമിച്ചു പോകട്ടെ. അപ്പൊ നോക്കിക്കേ, ഈ അനുഭവത്തിൽ കൂടി ആരെഴുതിയേ? സങ്കീർത്തനക്കാരൻ ദാവീദ് എഴുതുക, പാട്ടുപാടുക, പ്രാർത്ഥിച്ചുകൊണ്ട് മനോഹരമായി ഈ സങ്കീർത്തനം ചമക്കുക. അങ്ങനെ എഴുതിയതാണ് 70-ാമത്തെ സങ്കീർത്തനം. അപ്പൊ 3000 പട്ടാളക്കാരും എന്നോട് സഹകരിച്ച് ശൗലിന്റെ നേതൃത്വത്തില് ദാവീദിന്റെ ഗുഹ വളഞ്ഞപ്പോൾ, ഇരിക്കുന്ന ഒളി സ്ഥലം വളഞ്ഞ ആ സന്ദർഭത്തിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ 3000 പട്ടാളക്കാരെ എങ്ങനെ ഓടിയെന്നറിയാമോ? ഒരിക്കല് ഇതുപോലൊരു അനുഭവം ദാവീദിനുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ? സ്തോത്രം ചെയ്യുന്നു. എങ്ങനെയാണെന്നറിയാമോ? ശൗലും കൂട്ടരും ദാവീദിനെ പിടിക്കാൻ വന്നപ്പോൾ ദാവീദ് ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചൊരു അനുഭവം ദാവീദിനുണ്ടായിട്ടുണ്ട്. എന്താണെന്നൊക്കെ പറയാമോ? ദൈവമേ സ്തോത്ര, കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോഴും ഞാൻ നിന്റെ ചിറകിന്റെ മറവിൽ മറയുന്നു. വായിച്ചിട്ടില്ലേ? ദൈവമേ എന്റെ മനസ്സെന്തിയിരിക്കുന്നു, ഇടിഞ്ഞിരിക്കുന്നു. ദൈവമേ എന്റെ മനസ്സിടിഞ്ഞിരിക്കുന്നു. പിന്നെ ദാവീദ് പറയുന്നു, ദൈവമേ എന്റെ മനസ്സെന്തിയിരിക്കുന്നു, ഉറച്ചിരിക്കുന്നു.
അപ്പൊ ഒരിക്കല് നാളുകൾക്ക് മുമ്പ് ശൗൽ ഇതുപോലെ ദാവീദിനെ പിടിക്കാൻ വന്നപ്പോൾ സംഭവിച്ച കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താ സംഭവിച്ചെന്നറിയാമോ? ദൈവമേ സ്തോത്രം, ഞാൻ ഒറ്റപ്പെട്ടവനാണ്, നീ മാത്രമേ ഉള്ളൂ, എന്നോട് കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൻ ശൗലിന്റെ മേൽ ഒരു ഗാഢനിദ്ര ദൈവം വരുത്തി. സ്വോത്രം പറഞ്ഞിട്ട് അവൻ തന്നെ പിടിക്കാൻ വന്നപ്പോൾ സംഭവിച്ചതാണ്. തന്റെ പ്രാർത്ഥനയില് ശൗലിന് എന്ത് സംഭവിച്ചു പറഞ്ഞാട്ട് ഒരു ഗാഢനിദ്ര സംഭവിച്ചു. ഇതാർക്കറിയാം പറഞ്ഞാട്ട് ദാവീദിനറിയാം. സ്വന്തം ചെയ്തു. ഒരിക്കൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ എന്റെ ശത്രുവിന്റെ മേൽ ഗാഢനിദ്ര വരുത്തിയ ദൈവമാണെങ്കിൽ ഈ സാഹചര്യത്തിലും ഈ 3000 പട്ടാളക്കാര് എനിക്ക് ചുറ്റും മടങ്ങിരിക്കുമ്പോൾ എന്നെ സഹായിക്കുവാൻ നീ മാത്രമാണ്. ഒരിക്കൽ ശൗലിന്റെ മേൽ ഗാഢനിദ്ര വരുത്തിയ ദൈവമേ, എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഇപ്പോൾ നീ പ്രവർത്തിക്കണം. സ്വന്തം പറ പ്രാർത്ഥന ശത്രുവിനെ പരിഭ്രാന്തിപ്പെടുന്നു. ഒരു സ്വന്തം പറയാൻ പറ്റുമോ? നീ പ്രാർത്ഥിച്ചു നോക്ക്, ചുമ്മാതിരിക്കാതെ പ്രാർത്ഥിച്ചു നോക്ക്. ഭവനത്തിൽ ഇരിക്കുമ്പോഴൊക്കെ ദിവസത്തിൽ പ്രാർത്ഥിച്ചു നോക്ക്. ആമേ സ്തോത്രം ചെയ്ത് ശത്രുവിനെ അതായത് പരിഭ്രാന്തിപ്പെടുത്തുവാൻ, അവനെ ഭയം തട്ടിപ്പിടിക്കുന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥന ശക്തിയുള്ളതാണ്. പ്രാർത്ഥന ആത്മാവിനേക്കാൾ ശക്തിയുള്ളതാണ്. പ്രാർത്ഥന മൂർച്ചയുള്ളതായി വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടിന്റെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുക. പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട്? മൂർച്ചയുണ്ട്. ഹലോ, പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് പറഞ്ഞാട്ട്? ലേഖനത്തിൽ പറയുന്നവ പറഞ്ഞ് അവസാനിപ്പിക്കുക. 6-ാം അധ്യായത്തിൽ പറയുന്നത്, പൗലോസ് പറയുന്നത്, ലേഖനത്തിൽ പറയുന്നു 6-ാം അധ്യായത്തിലുണ്ട്, ഏത് നേരത്തും ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? അതുകൊണ്ടൊക്കെ തെറ്റിദ്ധരിക്കരുത്. ആത്മാവിൽ പ്രാർത്ഥിക്കണം. ബുദ്ധിയുടെ പ്രാർത്ഥന നിങ്ങൾ ജയിക്കുന്നില്ല. സ്തോത്രം. ബുദ്ധിയുടെ പ്രാർത്ഥനയുണ്ട്, ആത്മാവിന്റെ പ്രാർത്ഥനയുണ്ട്, അല്ലേ? ബുദ്ധിയുടെ പ്രാർത്ഥനയിൽ ശത്രുവിനെ തോൽപ്പിക്കാൻ പറ്റുകയില്ല. കാരണം നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ശത്രുവിനെ കാണാൻ പറ്റുകയില്ല. ആത്മാവിന്റെ നേത്രം കൊണ്ട് ആരെ കാണാൻ പറ്റും? എന്നോടുണ്ടോ നിങ്ങൾ? സ്തോത്രം പറ. സ്തോത്രം. ഈ നിങ്ങൾക്കറിയാമോ, സ്തോത്രം ചെയ്യുന്നു, കാക്ക പരുന്തിനെ ആക്രമിക്കുന്നുണ്ടോ? ഓടിച്ചിട്ട് അതിനെ എന്ത് ചെയ്യുന്നേ? പരുന്തിനെ ആക്രമിക്കുന്നു. കാക്ക പരുന്തിനെ പുറത്ത് കയറിയിരുന്ന് ആക്രമിക്കുമ്പോഴും പരുന്ത് എന്ത് ചെയ്യും? പരുന്ത് ഉയരങ്ങളിൽ പറന്നുകൊണ്ടേയിരിക്കും. കണ്ടിട്ടുണ്ടോ? ഞാൻ പുസ്തകത്തിൽ വായിച്ചതാ. സ്തോത്രം. ഇത് ആക്രമിക്കുന്നതിനനുസരിച്ച് ഉയരങ്ങളിലേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പൊങ്ങി പൊങ്ങി പൊങ്ങിപ്പോവും. ഇതിന്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇതെത്തും. ഏതിന്റെ അന്തരീക്ഷത്തിൽ? എന്നോട് വന്നേ. പരുന്തിന്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തുമ്പോൾ അവൻ കാക്കയ്ക്ക് ശ്വാസം കിട്ടാതെ വരും. ആ അന്തരീക്ഷത്തിൽ കാക്കയ്ക്ക് പിടിച്ചു നിൽക്കാതെ വരുമ്പോൾ തറയിൽ വരുമെന്ന ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ നഗ്നനേത്രങ്ങൾ കൊണ്ട് പിശാചിന്റെ പ്രവൃത്തിയെ നമുക്ക് കാണാൻ പറ്റുകയില്ല. നിങ്ങൾ ഇനി എത്ര ശ്രമിച്ചാൽ ബുദ്ധിയുടെ പ്രമാണത്തിലും അവൻ പ്രാർത്ഥിച്ചാൽ ജയിക്കാൻ പറ്റുകയില്ല. പിന്നെ എങ്ങനെയാ? അതാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ ആത്മാവിൽ അങ്ങനല്ലേ ഏത് നേരത്തും ഞങ്ങൾ ആത്മാവിൽ പറഞ്ഞാട്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവാത്മാവിന്റെ വെളിപ്പാട് തരട്ടെ. നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് വെളിപ്പെടാതെ അദൃശ്യ മണ്ഡലങ്ങളിലെ പൈശാചിക ശക്തികള് നമ്മുടെ പല വിഷയങ്ങളും കെട്ടിയിരിക്കുമ്പോൾ ആ കെട്ടടിയണമെങ്കിൽ ആത്മാവിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൽ മകട്ടപ്പെടുത്തി, ആ കരം വച്ച് ദൈവത്തിൽ മകട്ടപ്പെടുത്തി. ദൈവത്തിൽ മകട്ടപ്പെടുത്താൻ പറ്റുന്നത് ശക്തമായി അറിയില്ല. പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാട് ഞാൻ പറയുക. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കരുതേ, ദൈവാത്മാവ് ശക്തിയോടെ ഇടപെടട്ടെ. ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. നമ്മളറിയാതെ ബന്ധിച്ച ചില രോഗബന്ധനമുണ്ട്. നമ്മളറിയാതെ നമ്മുടെ പ്രാണന് ക്ഷയം വരുന്ന ചില വിഷയങ്ങളുണ്ട്. അതിന് പകൽക്കാലം അഴിയുവാൻ ആത്മാവിന്റെ പ്രാർത്ഥനയിൽ വരട്ടെ. ശബരബലവ
അർത്ഥരബലവ ശബ്ദരാഗബലബലവ ഉടവ കബലബലവ ശബലബലവ അസ്തരബലവ ഉടബലബലവ ശബലബലവ. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവനെ ആർക്ക് പേടിയാ? ശത്രുവിന് അവസാനിപ്പിക്കും. ഞങ്ങള് ദൈവവേലയോടുള്ള ബന്ധത്തിൽ കൊട്ടാരക്കരയായിരുന്നു. ഒരു ഹൈന്ദവ സഹോദരിയെ പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളുടെ ചർച്ചിലെ വേറൊരു സഹോദരിയെ ഞങ്ങൾ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. നിർബന്ധിച്ചത് വരത്തില്ല. സ്തോത്രം. അവരെ കൂട്ടിക്കൊണ്ടുപോകും. ഞങ്ങളുടെ പാസ്റ്റർ പ്രാർത്ഥിക്കും, വരാൻ പറഞ്ഞു. അവർ വരുത്തേയില്ല. സ്തോത്രം ചെയ്യുന്നു. അവർക്ക് എന്തൊരു ഭയം ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ആ ചർച്ചിലെ സഹോദരി നിർബന്ധിച്ച് ഈ സഹോദരി എന്ത് ചെയ്തു? കൊണ്ടുവന്ന് ഞാൻ താമസിക്കുന്ന വാടക വീടിന്റെ പാടി ചവിട്ടാനും ഒരു ഭയങ്കര അലർച്ചയാകിക്കുന്നത്. അപ്പൊ ഞാൻ റൂമിനകത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാനൊന്നും അറിയുന്നില്ല. ഒരു ഭയങ്കര അലർച്ച. സ്തോത്രം ചെയ്യുന്നു. അകത്ത് കയറിയാലും തറയിൽ വീട് ഉരുളാൻ തുടങ്ങി. സ്തോത്രം. അകത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേ മനസ്സിലായി, ഇത് സ്തോത്രം പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലായി. ഇവൾ വ്യാപരിക്കും. ഒരു പിശാച് വിട്ടുപോവുക. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ട് സ്തോത്രം ചെയ്തു. നമ്മൾ അറിയാത്ത മേഖലകളിൽ ചില ബന്ധനങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ, ചില കെട്ടുകളുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവസഭയോട് പരിശുദ്ധാത്മാവിന് വെളിപ്പാടായി പറയട്ടെ, എത്ര കേട്ടിട്ടും മര്യാദ പഠിക്കാതെ, എത്ര കേട്ടിട്ടും ദൈവത്തിന് സ്തോത്രം, ദൈവത്തെ കളിപ്പിക്കുന്ന സകല വ്യക്തികൾ ദൈവം പിടിക്കും. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭക്തരായ ഒരു കൂട്ടം ദൈവമക്കൾ ദൈവസഭയ്ക്കകത്തുണ്ട്. കരയുന്ന ദൈവമക്കൾ ദൈവസഭയ്ക്കകത്തുണ്ട്. ഇന്ന് ഞങ്ങൾ നീ ഭാരപ്പെട്ടു പോയേണ്ട ദാവീദിനെ പോലെ പ്രാർത്ഥിയിലെ സ്തോത്രം അവൻ ശത്രുവിനെ പരിഭ്രാന്തപ്പെടുത്തുവാൻ പ്രാർത്ഥന. ദൈവത്തിന്റെ പ്രവർത്തി 1000 പട്ടാളക്കാരുമായിട്ട് ആര് വന്നു? എന്നോട് വന്നേ, ദാവീദിനെ പിടിക്കാനായിട്ട് ശൗല് വരിക. ദാവീദ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒറ്റപ്പെട്ടവനല്ലേ. ദൈവം ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെന്ന് പറയാമോ? ദൈവം ചെയ്ത പ്രവൃത്തി എങ്ങനെയാണെന്ന് പറയാമോ? ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ബുദ്ധിക്കും പോലും നിലക്കാത്ത അല്ലേ? സ്തോത്രം. സ്തോത്രം പറ. സ്തോത്രം പറ. എന്നോട് നിങ്ങളുണ്ടോ? എന്നോട് സഹകരിച്ച ദൈവത്തിന്റെ മക്കളെ, സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വ്യത്യസ്തമായ നിലയിലല്ലേ? കവണയിൽ ശക്തിയില്ലെങ്കിലും ദൈവത്തിന് അതിൽ കൂടി പ്രവർത്തിക്കാൻ കഴിയും. കല്ലിന് ശക്തിയൊന്നുമില്ലെങ്കിൽ അതിൽ കൂടി ദൈവത്തിന് എന്ത് ചെയ്യും? ഒരു സ്വപ്നം പറ. അഹരോന്റെ വടി ഉണങ്ങിയതാണെങ്കിലും അതിനകത്ത് വേരില്ലെങ്കിലും അതിനെയും തണുപ്പിക്കാൻ ദൈവത്തിന് കഴിയും. പോഷനെ പോലെ വിശ്വസിച്ചാൽ മതി. സ്വത്രം പറ. ഒരു സ്വത്രം പറഞ്ഞാട്ട് എന്നോട് സഹകരിക്കുന്നുണ്ടോ നിങ്ങള്? ഒരു സ്തോത്രം പറഞ്ഞപ്പോഴാണ് എരിവോ മതിൽ എന്ത് ചെയ്തത്? ഭൂമിയുടെ അധോഭാഗങ്ങൾ ഇറങ്ങിപ്പോയത്. അപ്പൊ നിങ്ങളുടെ സ്തോത്രത്തിന്റെ വില കപ്പി. അപ്പോഴാണ് നിങ്ങൾ സൈക്കിളിന് കാറ്റടിക്കുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സ്തോത്രം പറഞ്ഞപ്പോൾ അവൻ എരിവോ മതില് ഭൂമിയുടെ അധോഭാഗങ്ങൾ ഇറങ്ങിപ്പോയെങ്കിൽ സ്തോത്രത്തിന്റെ ശക്തി മനസ്സിലാക്കുക. ദൈവത്തിന് എങ്ങനെ വ്യത്യസ്തമായ നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ലേ? അവൻ നിങ്ങളുടെ സ്തോത്രത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. അവൻ കണ്ണിൽ കൂടി ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഉണങ്ങിയ വടിയിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഉണങ്ങിയ അസ്ഥിയിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഒരു സ്വപ്നം പറഞ്ഞാൽ വ്യത്യസ്തമായ നിലയിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. നാം അത് ഏൽപ്പിച്ചു കൊടുക്കാൻ മതി. എനിക്കറിയില്ല ദൈവാത്മാവിന്റെ വെളിപ്പാടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതവനെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഏത് നിലയിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. കഴുതയുടെ പച്ചത്താടി എന്നുകൊണ്ട് കുന്നെന്ന് കുന്ന് രണ്ടെന്ന് പറഞ്ഞ് അവൻ ഫെലിസ്ത്യരെ കൊന്നെങ്കിൽ അതിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. സ്വത്രം പറഞ്ഞാട്ട്, സ്വത്രം പറഞ്ഞാട്ട്, സ്വത്രം പറഞ്ഞാട്ട് ഏത് നിലയിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഇന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാൻ മതി. നിന്റെ പ്രാർത്ഥന മൂർച്ചയുള്ളതാകട്ടെ. നീ ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവർത്തി വ്യത്യസ്തമായ കഴിയും. ആത്മാവിൽ ആരാധിച്ചോ? Yes.
ശക്തമായി പ്രാർത്ഥിച്ചോ. ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ചേർപ്പെടുകയാണ്. ചേർപ്പെടുകയാണ്. ഏത് നിലയിലും ദൈവത്തിന്റെ പ്രവൃത്തി. അതെ, പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തിന് പ്രാർത്ഥന കുറയരുത്. നീ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാ ദൈവം പ്രവർത്തിക്കുന്നതെന്ന് നമ്മുടെ ബുദ്ധിക്ക് പോലും ചിന്തിക്കാത്ത വിധത്തില്. അതുകൊണ്ടാണ് സ്തോത്രം ചെയ്യുന്നു. അത് പൗലോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആത്മാവ് ഉച്ചരിപ്പാൻ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാമോ? പക്ഷെ ദൈവാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത് ആ നിലയിലേക്ക് ദൈവാത്മാവ് പ്രാർത്ഥന കൊണ്ടുപോകും. സ്തോത്രം. ഒരു സ്തോത്രം പറ. എന്നോടുണ്ടോ ദൈവത്തിന്? ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്തോത്രം. എനിക്കറിയത്തില്ല, ദൈവം തരുന്ന ചില വെളിപ്പാടുകൾ പറഞ്ഞ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വായിക്കേണ്ടതല്ലോ. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ അറിയാം. ഗതസമന തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട്, കർത്താവ് നല്ലൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നില്ലേ? നിങ്ങൾ എന്നോടുണ്ടോ? സ്തോത്രം. വളരെ പ്രാർത്ഥിക്കും. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആര്? പകല് മൊത്തവും പ്രവർത്തിക്കും, രാത്രി മൊത്തവും പ്രാർത്ഥിക്കും. എന്നോടുണ്ടോ നിങ്ങൾ? 18-ാം അധ്യായത്തിൽ വരുമ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുന്നു. അതിന്റെ അവസാനത്തെ, തന്നെ അവസാനത്തെ പ്രാർത്ഥനയാണല്ലേ 18-ാം അധ്യായത്തിൽ. തോട്ടത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ സ്ഥലം ആർക്കറിയാം? യൂദയ്ക്ക് നന്നായിട്ട് അറിയാം. സ്തോത്രം. അപ്പം തീപ്പെട്ടി പന്തങ്ങളും വടികളും ആയുധങ്ങളുമായിട്ട് യൂദ ഉൾപ്പെടെ യേശുവിനെ പിടിക്കാനായിട്ട് എവിടെ വരിക? ഈ തോട്ടത്തിൽ വരിക. സ്തോത്രം. അപ്പം ഈ യൂദ വരുമെന്നും പിടിക്കുമെന്നും ഒക്കെ ആർക്കറിയാം? കർത്താവ് സർവശക്തനാണല്ലോ, സർവവ്യാപിയാണല്ലോ. സകലത അവന്റെ മുമ്പിൽ നമ്മൾ ആരാ മക്കളെന്ന കർത്താവിനെ ഒരു സ്തോത്രം പറയുന്നില്ലല്ലോ. ആരാധനയ്ക്ക് വരാത്തവനെ, സഭായം മുടക്കുന്നവനെ, വീട്ടിലിരിക്കുന്നവനെ എല്ലാം അടിച്ചു പൊളിക്കും. നിങ്ങൾ എഴുതിയിട്ടു ഇതെല്ലാം എഴുതിയിട്ടോ? സ്വത്രം. എത്ര പറഞ്ഞിട്ടും അനുസരണം കേട്ട കുറെ എണ്ണമുണ്ട്. പഴവങ്ങാടി സഭയോടെ പറയുന്നത്, വേറെ ആരോടൊന്നും അല്ലേ പറയുന്നത്. സ്വത്രം. ആരാധനയ്ക്കും വരത്തില്ല, പ്രാർത്ഥനയ്ക്കും വരത്തില്ല, വീട്ടിനകത്തിരുന്ന് സ്വത്രം ചെയ്യുന്നു. അതും കണ്ട് ഇതും കണ്ടിരിക്കുന്നവരെ എല്ലാം അടിക്കുന്നു. സ്വത്രം പറയാം. സ്വത്രം പറഞ്ഞാട്ട് എനിക്കറിയാം. സ്വത്രം എന്ന് പറയത്തില്ല, എനിക്കറിയാം. വേറെ പുറത്തുള്ളവരോടൊന്നല്ല പറയും. ദൈവത്തിന്റെ ഉപകാരങ്ങളും നന്മകളും ഒരു ദിവസമെങ്കിലും ഒരു മണിക്കൂറെങ്കിലും ആ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ വിടുക. എത്ര പറഞ്ഞാലും ഗതി വരുത്തില്ലെന്നും ഗുണം വരുത്തില്ലെന്നും എനിക്ക് നന്നായിട്ടറിയാം. സ്വത്രം പറഞ്ഞാട്ട് സ്വത്രം. സ്വത്രം. അവൻ ദൈവം ആരാ? ദൈവ സർവജ്ഞാനിയല്ലേ? അവൻ ദൈവത്തെ കളിപ്പിക്കാൻ ഇറങ്ങിയാൽ ബൈബിൾ എന്താ പറയുന്നത്? ഞാൻ നിഷ്കളങ്കരോട് വാക്ക് പറ, വക്കറിനോട് ഞാൻ എന്ത് ചെയ്യും? വക്കറിനോട് ഞാൻ എന്ത് ചെയ്യും? സ്തോത്രം. 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 അപ്പൊ യൂദായ്ക്ക് അറിയാം ഈ സ്ഥലം. സകലതും യേശുവിനറിയാം. ഞാനൊരിക്കലും ഒരു ഭാഗം ദൈവാത്മാവ് തന്ന വെളിപ്പാടാ പറയുന്നത്. അവ തീപ്പെട്ടി പന്തങ്ങളും വടികളും ആയുധങ്ങളുമായിട്ട് യേശുവിനെ പിടിക്കുവാനായിട്ട് ആര് വന്നു? പറഞ്ഞ എന്നോട് സഹകരിച്ചേ. അവൻ ശത്രുക്കൾ വന്ന സമയത്ത് യേശു ഒരു ചോദ്യം ചോദിക്കുന്നത്, ആരെയാണ് പോയി തിരക്കുന്നത്? ആരെയും തിരക്കാൻ? കാരണം കണ്ട എല്ലാം ഒരുപോലെ ഇരിക്കുക. താടിയുണ്ട്, മുടിയുണ്ട്, എല്ലാം ഒരുപോലെ മാറി. യേശുവിനെ ശിഷ്യന്മാരെല്ലാം കണ്ട ഒരുപോലെ ആയതുകൊണ്ടായിരിക്കും, തിരിച്ചറിയാത്തതുകൊണ്ടായിരിക്കും ആരെയാ പിടിക്കാൻ വന്നത്. അപ്പോൾ അവര് പറഞ്ഞത്, ഞങ്ങള് യേശുവിനെ പിടിക്കാൻ വന്നത്, വേറെ ആരെ ഞങ്ങൾക്ക് വേണ്ട, ആരെ മതി? യേശുവിനെ പിടിക്കാൻ വന്നത്. അപ്പോൾ യേശു പറഞ്ഞു, ഞാനാണെന്ന്. നിങ്ങൾ വേറെ ആരും ഞാനാ യേശു എന്ന് പറഞ്ഞു. സ്തോത്രം. ഞാനാകുന്നവൻ ഞാൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ സംഭവിച്ചൊരു കാര്യം എന്നെ വളരെ ചിന്തിപ്പിച്ചെന്താ? ആ വാക്കിന്റെ ശക്തി നോക്കിക്കേ. പ്രാർത്ഥിച്ചിട്ടാ കർത്താവ് പുറത്തോട്ട് വരുന്നേട്ടോ. ചിന്തിച്ചു നോക്കിക്കേ. പ്രാർത്ഥിച്ചിട്ട് അപ്പൊ അവർക്ക് നിൽക്കാൻ പറ്റിയില്ല. ആർക്ക് നിൽക്കാൻ പറ്റിയില്ല? ഹലോ, നിങ്ങളുണ്ടോ? ആർക്ക് നിൽക്കാൻ പറ്റിയില്ല? അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. നിങ്ങൾ ആരെയാണ് തിരയുന്നത്? ഹലോ, നിങ്ങൾ ആരെയാണ് തിരക്കുന്നത്? ഞങ്ങൾ നസറേന യേശുവിനെ. അത് ഞാനാ. ഈ വാക്കങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഈ ശക്തി എന്ത് ചെയ്തു? കർത്താവിന്റെ ശക്തി എന്ത് ചെയ്തു? അവൻ ഇവരുടെ മേലെ കൊണ്ട് ശക്തമായിട്ട് വ്യാപരിച്ചിട്ട് പിടിക്കാൻ വന്നവർ തറയിൽ പോയി. സ്വന്തം പറഞ്ഞിട്ട് കെട്ടാൻ വന്നവർ തറയിലേക്ക് വീണു. പരിശുദ്ധാത്മാവ് ഇന്നവർ പറയട്ടെ, പ്രാർത്ഥിക്കുന്നവനെ പിടിക്കുവാനായിട്ട്, പ്രാർത്ഥിക്കുന്നവരെ ബന്ധിക്കാൻ ആര് വന്നാല്
പ്രാർത്ഥിച്ചു നോക്കിക്കേ. 2026 തീരുമാനമെന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഒറ്റ ഒരു ശക്തിയും എടുത്തു നിൽക്കുന്നില്ല. സ്വന്തം പറഞ്ഞാട്ട് നിന്റെ തലമുറയെ തൊടാൻ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തൊടാൻ, നിന്നെ തൊടാനായിട്ട്, നിന്റെ പ്രാണന് ക്ഷയം വരുത്തുവാൻ, നിന്റെ പ്രാണന് കേട് വരുത്തുവാൻ ഒരു ശക്തിയും കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ബലമുണ്ട്. യേശുവിന്റെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരെ തുടങ്ങി പ്രാർത്ഥന ശത്രുവിനെ എന്താക്കി മാറ്റി? പരിഭ്രാന്തരാക്കും. 3000 പട്ടാളക്കാരുമായി പിടിക്കാൻ വന്ന ദാവീദിനെ ശൗലിന്റെ നേതൃത്വത്തിൽ വന്നപ്പോൾ അവരെന്താ സംഭവിച്ചത് കേട്ടിട്ടുണ്ട്? എന്താ പറയാമോ? സ്തോത്രം, സ്തോത്രം. ദാവീദിനെ പിടിക്കാൻ വന്ന ആ സമയത്ത് ഇവിടെ ഉണ്ടോ നിങ്ങള്? സ്തോത്രം. ദൈവം പ്രവർത്തിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ഫെലിസ്ത്യർ എന്ത് ചെയ്തു? ശൗലിന്റെ കൊട്ടാരം വളഞ്ഞു. യുദ്ധം പ്രഖ്യാപിക്കാൻ യുദ്ധം ചെയ്യാൻ വന്നു. ഈ സമയത്ത് ഒരു പടയാളി ദൂതൻ വന്ന് ശൗലിനോട് പറഞ്ഞു, ഫെലിസ്ത്യർ നമ്മുടെ ദേശം എന്ത് ചെയ്തിരിക്കുന്നു? ദാവീദിനെ പിടിക്കാൻ വന്ന ശൗൽ എന്ത് ചെയ്തു? അതിട്ടിട്ട് അവൻ എങ്ങോട്ട് പോവുക പറഞ്ഞാട്ട്? അതാണ് പ്രാർത്ഥന ശത്രുവിനെ എന്താക്കി മാറ്റുന്നു? പരിഭ്രാന്തിപ്പെടുത്തുന്നു. സ്വന്തം അവൻ ദൈവത്തിന് പ്രവൃത്തി നോക്കിക്കേ. ഒരു ഭക്തനെ പിടിക്കാൻ വന്നപ്പോൾ അവൻ തിരിച്ചു വിടുന്നവനാകേണ്ട ദൈവം അവൻ രാജാവിന്റെ മനസ്സ് യഹോവയുടെ സന്നിധിയിൽ നിർത്താതുപോലാക്കി മാറ്റും. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയട്ടെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ശത്രുവിന്റെ കൂട്ടിനെ തിരിച്ചു വിടാൻ പറ്റും. എനിക്ക് അറിയുന്ന ആത്മാവിന്റെ ശക്തിയോട് ഇടപെടുക. ശക്തമായി ദൈവത്തിന് മകത്ത് പറഞ്ഞാട്ട് സകല റൂട്ടുകളെ മാറ്റുവാനായിട്ട്, ശത്രുവിന്റെ വഴിയെ അടയ്ക്കുവാൻ, ശത്രുവിന്റെ റൂട്ടിനെ അടച്ചു മാറ്റുവാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും. ആത്മാവ് നാരായണ കരന്റെ ദൈവത്തിൽ മകത്തെ എഴുതിക്ക്. എനിക്കറിയത്തിൽ ആത്മാവെന്ന് പറഞ്ഞ് ഇടപെടില്ല. ഇടപെട കണ്ടത ശക്തമായി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. രാജാവിന്റെ മനസ്സ് യഹോവയുടെ സന്നിധിയിൽ നീർത്തോടുകൊണ്ടിരിക്കുമെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ അവൻ പ്രാർത്ഥിക്കുന്ന റൂട്ട് തിരിച്ചു വിടുവാൻ, ശത്രുവിന്റെ റൂട്ടിനെ തിരിച്ചു വിടുവാൻ അവൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. Yes, 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 yes. Oh, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുക. ആത്മാവ് ജയമെടുക്കുക കേട്ടോ. ആത്മാവിന് ജയമെടുത്തോ. ദൈവാത്മാവിന് പോലെ ഇടപെടുക. യേശുവിന്റെ നാമത്തിൽ നിന്റെ പ്രാണനെ തൊടാൻ. നിന്റെ പ്രാണൻ ദൈവത്തിന്റെ കയ്യിലാണ്. നിന്റെ പ്രാണൻ കർത്താവിന്റെ കയ്യിലാണ്. ആ പ്രാണനെ വകവരുത്തുവാൻ അവൻ ശത്രുവിന് കഴിയില്ല. യേശുവിന്റെ നാമത്തിൽ രക്തം ചെയ്യപ്പെടുക്കുക. രക്തം ചെയ്യപ്പെടുക. യേശുവിന്റെ രക്തത്താൽ ചെയ്യപ്പെടുക്കുക. യേശുവേ ഞങ്ങൾ നന്ദി പറയുന്നു. അത് യേശുവിന്റെ നാമത്തില് സ്വസ്ഥതകെടുത്തുക, സമാധാനത്തെ കെടുത്തിക്കളയുക. ദാവീദിനെതിരെ 3000 പട്ടാളക്കാരുമായി വന്ന ശൗലിനെ ദൈവം മാറ്റിവിട്ടെങ്കിൽ, റൂട്ട് തിരിച്ചുവിട്ടെങ്കിൽ ദൈവാത്മാവ് ഇന്ന് പകൽ ശക്തിയോടെ ഇടപെടട്ടെ. ഒരു വലിയ സൈന്യം നിന്റെ മേലെ പാളയമിറങ്ങിയാൽ ഇന്ന് പകൽ നീ ഭയപ്പെടേണ്ട. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, യഹോവ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ. Yes, 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 yes.
Yes. Yes. Yes. Yes. Yes. Yes. Yes. Yes. അതിന്റെ നിലപോട്ട് വിടപ്പെടുക, ആത്മാവ് വെളിപ്പെടുക. ഇന്ന് പകൽ ചില ശത്രുവിന്റെ റൂട്ട് നടന്നുകൊണ്ടിരിക്കുക. ആത്മാവിന് വെളിപ്പെടുത്തുന്നു. നിന്റെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന ശത്രുവിന്റെ ചില വഴികൾ, നിനക്കെതിരെ അവൻ ചില വഴികൾ അടയാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തില് ശത്രു അവൻ നിനക്ക് വേണ്ടിയിട്ട് അവൻ ചില വഴിയിൽ കൂടി വരുമ്പോൾ അവന്റെ വഴിയെ ബ്ലോക്ക് ചെയ്യുവാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും. ജയമെടുത്തു, ജയമെടുത്തു. യെസ്, യെസ്. ശബരബലവ ഇടവല ഘടക അർത്ഥരകാലവ ഇടവല ബൗഡ അർത്ഥര ബൗഡവ ഇടവല ബൗഡവ അർത്ഥര ബൗഡവ ശങ്കര ബൗഡ ഇടവല ബൗഡവ ഇടവല ബൗഡവ അർത്ഥര ഇവനെ ദൈവപ്രവൃത്തി വെളിപ്പെട. യെസ്, യെസ്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ. യെസ്, യേശുവിന്റെ നാമത്തിൽ ദൈവകരം ഏൽപ്പിച്ചു കൊടുക്കാത്ത അവൻ എല്ലാവരുടെ കണ്ണുകളച്ചാട്ട ഈ സമയത്ത് അവൻ ഭക്തന്റെ പ്രാർത്ഥനയാണ്. അവൻ